ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് ഓർമ്മ കാണും. നമ്മൾ സ്റ്റേബിൾ കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ വേരിയേഷൻ, അയനൈസേഷൻ എൻതാൽപ്പിയുടെ വേരിയേഷനെ കുറിച്ച് പറഞ്ഞു. ഇന്നൊരു പുതിയ ടോപ്പിക്കാണ്, പ്രധാനപ്പെട്ടതാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നാണ് പറയുന്നത്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെ. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് ചോദിച്ചാൽ, it is the ability of an atom in a chemical compound. ഒരു എബിലിറ്റി മീൻസ് കഴിവാണ് അല്ലെ. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട്. ഒരു കെമിക്കൽ കോമ്പൗണ്ടിൽ അകത്ത് ടു അട്രാക്ട് ദ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. എന്തിനെയാണ് അട്രാക്ട് ചെയ്യുന്നത്? ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തിനുള്ള പ്രവണത കാണിക്കുന്നു? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൽ എന്തിനുള്ള എബിലിറ്റി കാണിക്കുന്നു? ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട്, ഒരു കെമിക്കൽ കോമ്പൗണ്ടിനെ ടു അട്രാക്ട് മീൻസ് എന്താണ്? ആകർഷിക്കുന്നു. എന്തിനോട്ട്? ദ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ജോഡികളിലേക്ക് എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. അതിന് പറയുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ചിലപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട് to attract the എന്താണ്? ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് നോൺ ആസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യാനുള്ള സ്കെയിലുണ്ട്. ആ സ്കെയിലിന്റെ പേരാണ് പോളിംഗ് സ്കെയിൽ എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. PAULING. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യാനുള്ള സ്കെയിലിന്റെ പേര് എന്താണ്? പോളിംഗ് സ്കെയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ അല്ലെ. പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ഫ്ലൂറിൻ ആണ്. സെക്കൻഡ് പ്ലേസ് ആർക്കാണ്? ക്ലോറിൻ ആണ്. ഓക്കെ, നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ പീരിയോഡിക് ടേബിളിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ഏതാണ്? ഫ്ലൂറിൻ ആണ്, ഓർക്കുക. ഓക്കെ, അതുപോലെ തന്നെ എലോങ് എ ഗ്രൂപ്പ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ്. ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. അതിന്റെ പീരീഡിലാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. പീരീഡിലാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റിയെ മെഷർ ചെയ്യാനുള്ള സ്കെയിലിന്റെ പേരും മറക്കരുത്. എന്താണ് ആ സ്കെയിലിന്റെ പേര്? പോളിംഗ് സ്കെയിൽ. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന എലമെന്റ് പേര് മറക്കരുത്. ആ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന എലമെന്റ് പേരാണ് ഫ്ലൂറിൻ. സെക്കൻഡ് പ്ലേസ് ആർക്കാണ്? ക്ലോറിൻ ആണ്, ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുകയും പീരീഡിൽ എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയും ചെയ്യും. അപ്പം ഇലക്ട്രോനെഗറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം ഇതാണ്. അപ്പൊ എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട് ടു അട്രാക്ട് ദ എന്താ? ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. ഒരിക്കൽ കൂടെ പറയാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം. എബിലിറ്റി മീൻസ് കഴിവാണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട്. ഒരു കെമിക്കൽ കോമ്പൗണ്ടിൽ ടു അട്രാക്ട് മീൻസ് ആകർഷിക്കുന്നു. എന്തിനാണ് ആകർഷിക്കുന്നത്? ദ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. എന്താണ് ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ? ഇലക്ട്രോൺ ജോഡികളെ എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താ ഇലക്ട്രോനെഗറ്റിവിറ്റി? ഒരിക്കൽ കൂടെ പറയാം. എന്താ? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട് ടു അട്രാക്ട് ദ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യാനുള്ള സ്കെയിലിന്റെ പേര് മറക്കരുത്. എന്താണ് ആ സ്കെയിലിന്റെ പേര്? പോളിംഗ് സ്കെയിൽ എന്നാണ്. PAULING. പോളിംഗ് സ്കെയിൽ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ എലമെന്റ് ആണ് ഫ്ലൂറിൻ. സെക്കൻഡ് പ്ലേസ് ആർക്കാണ്? ക്ലോറിൻ ആണ്. അതുപോലെ തന്നെ ഗ്രൂപ്പില് എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുകയും പീരീഡിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയും ചെയ്യും. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഒരു പാർട്ട് ഇതാണ്, ശ്രദ്ധിക്കുക. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, അടുത്ത ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. സെക്കൻഡ് പാർട്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇതും കൂടെ ആകുമ്പോൾ നമ്മൾ ഒരു സെക്ഷൻ തീരുകയാണ്, ഈ ചാപ്റ്റർ തീരുകയാണ്. പിന്നെ ഒരു കുഞ്ഞു പോയിന്റും കൂടെ, കുറച്ചും കൂടെ മാത്രമേ ഉള്ളൂ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിനോട്ട് ചെയ്യുന്ന ഡെൽറ്റ EGH. EG മീൻസ് ഇലക്ട്രോൺ ഗെയിൻ, H ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എൻതാൽപ്പിയാണ്.
എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ എനർജി ചേഞ്ച്. ആ എനർജി ചേഞ്ചിൽ അക്കോമ്പനൈഡ് ബൈ വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ന്യൂട്രൽ ഗേഷ്യസ് ആറ്റം. ഒരു ഇലക്ട്രോണിനെ ഒരു ന്യൂട്രൽ ഗേഷ്യസ് ആറ്റത്തിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അത് കൺവെർട്ട് ചെയ്ത് നെഗറ്റീവ് അയോൺ ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. അത് എന്തായിട്ടാണ് കൺവെർട്ട് ചെയ്യുന്നത്? ഒരു ന്യൂട്രൽ ഗേഷ്യസ് ആറ്റത്തിനകത്തോട്ട് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ അത് കൺവെർട്ട് ചെയ്ത് എന്താകുന്നു? നെഗറ്റീവ് അയോൺ ആകുന്നു. അതിന് പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പൊ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി ചേഞ്ച് അക്കോമ്പനൈഡ് ബൈ when an electron is added to. ഒരു ഇലക്ട്രോണിനെ നമ്മൾ എങ്ങോട്ട് ആഡ് ചെയ്യുന്നു? ഒരു ന്യൂട്രൽ ഗേഷ്യസ് ആറ്റത്തിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അത് കൺവെർട്ട് ചെയ്ത് എന്താകുന്നു? നെഗറ്റീവ് അയോൺ ആയിട്ട് കൺവെർട്ട് ചെയ്ത് വരുന്നു. അതിന് പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓർത്ത് വെക്കുക, എക്സ് എന്ന് പറയുന്ന ആറ്റം ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? കൺവെർട്ട് ചെയ്യുമ്പോൾ എന്താണ്? എക്സ് മൈനസ് എന്ന് പറയുന്ന നെഗറ്റീവ് അയോൺ ആയിട്ട് കൺവെർട്ട് ചെയ്ത് വരും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുക, ഫോർ മോസ്റ്റ് ഓഫ് ദ എലമെന്റ്സ് ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് നെഗറ്റീവ്. നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ എലമെന്റ്സും ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ത് കാണിക്കുന്നു? നെഗറ്റീവ് കാണിക്കുന്നു. അതിന് കാരണം എനർജി ഈസ് റിലീസ്ഡ്. എനർജി എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് പോസിറ്റീവ്. സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ബിക്കോസ് ഇലക്ട്രോൺ ഈസ് ആഡഡ്. ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് എനർജി റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എല്ലായ്പ്പോഴും നെഗറ്റീവ് ആവും. ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ, പരീക്ഷയ്ക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എല്ലാ സമയത്തും നെഗറ്റീവ് ആകാനുള്ള കാരണം എന്ന് പറയുന്നത് എനർജി റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എല്ലാ സമയത്തും എന്താകുന്നത്? നെഗറ്റീവ് ആകുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എല്ലാ സമയത്തും പോസിറ്റീവ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഓൾറെഡി അവിടെ എന്താണ്? ആഡ് ചെയ്തത് കൊണ്ടാണ് സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് ആവുന്നത്. അപ്പൊ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം, ഓർക്കുക. ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എല്ലാ സമയത്തും നെഗറ്റീവ് ആകുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? എനർജീസ് റിലീസ്. എനർജി റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ്. അതിന് കാരണം ഇലക്ട്രോൺ ഈസ് ആഡഡ്. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ പാർട്ടില് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇലക്ട്രോ നെഗറ്റിവിറ്റി മെഷർ ചെയ്യാനുള്ള സ്കെയിലിന്റെ പേര്. ആ സ്കെയിലിന്റെ പേര് പഠിക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻ എന്താ? പോളിംഗ് സ്കെയിൽ. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണിക്കുന്ന എലമെന്റ് പേര് 1 വേർഡ് ക്വസ്റ്റ്യൻ ഏതാ? ഫ്ലൂറിൻ. സെക്കൻഡ് പ്ലേസ് ആർക്കാ? ക്ലോറിൻ. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നിങ്ങൾ നോക്കുക. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് എവിടെയാണ് ആഡ് ചെയ്യുന്നത്? ഒരു ന്യൂട്രൽ ഗേഷ്യസിലെ ആറ്റത്തിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അത് കൺവെർട്ട് ചെയ്ത് എന്താവുന്നു? ഒരു നെഗറ്റീവ് അയോൺ ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. അവിടെ 2 ക്വസ്റ്റ്യൻ വരുന്നു. ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എല്ലായ്പ്പോഴും നെഗറ്റീവ് ആണ്. കാരണം എന്ത്? അവിടെ എന്താണ്? എനർജി റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എല്ലായ്പ്പോഴും നെഗറ്റീവ് ആവുന്നത്. സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എല്ലായ്പ്പോഴും പോസിറ്റീവ് ആവുന്നു. കാരണം എന്താണ്? വെൻ ഇലക്ട്രോൺ ഈസ് ആഡഡ്. ഒരു ഇലക്ട്രോൺ അവിടെ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്തുകൊണ്ടാണ് സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എല്ലായ്പ്പോഴും എന്താവുന്നത്? പോസിറ്റീവ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നോക്കുക. ഇനി നമുക്കൊരു കുഞ്ഞു ടോപ്പിക്കും കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് കഴിയുകയാണ്. മാക്സിമം പോയ ഒരു 10 മിനിറ്റും കൂടെ ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും. ബാക്കി ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇതിലൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും നെഗറ്റീവും പോസിറ്റീവ് ആവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ഓരോ മാർക്കിന് ചോദിക്കുന്നതാണ്. ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.